ശ്രീ ഡി കെ മുരളി. സർ, ഈ MC റോഡിനെയും തിരുവനന്തപുരം ചെങ്കോട്ട റോഡിനെയും ബന്ധിപ്പിക്കുന്ന വാമനൂർ നിയോജകമണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 21 കിലോമീറ്റർ ദൂരമുള്ള റോഡാണ് വാമനൂരും ചിറ്റാർ റോഡ് എന്ന റെക്കോർഡിലുള്ള കാരേറ്റ് പാലോട് റോഡ്. 2017 31.7 കോടി രൂപയുടെ കിഫ്ബി പദ്ധതി പ്രകാരം അനുമതി കിട്ടുകയും 24.83 കോടി രൂപയ്ക്ക് 2018 തോപ്പിൽ കൺസ്ട്രക്ഷൻസ് കരാറെടുക്കുകയും ചെയ്തു. 2 വർഷമാണ് പൂർത്തീകരണ കാലാവധി. 4 വർഷമായിട്ടും പൂർത്തിയായില്ല. രണ്ടാം പിണറായി ഗവൺമെൻറ് വന്നതിന് ശേഷം 2022 കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്തു. തുടർന്ന് 4 പ്രാവശ്യം റീടെൻഡർ ചെയ്തു. അവസാനത്തെ പ്രാവശ്യം ഒരാൾ ടെൻഡറിൽ പങ്കെടുത്തു 36% വർധനവിൽ. പക്ഷേ അതും അംഗീകാരം കിട്ടാനുള്ള കാലതാമസം കൊണ്ട് നീണ്ടുപോവുകയാണ് ഉണ്ടായത്. കരാറും റദ്ദാക്കപ്പെടുകയാണ് ഉണ്ടായത്. ഈ രണ്ടാം ഗവൺമെൻറ് വന്നതിന് ശേഷം വകുപ്പ് മന്ത്രി എന്ന നിലയിൽ അങ്ങ് ഇക്കാര്യത്തിൽ നിരവധി ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്, ഞാൻ അഭിനന്ദിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ റോഡിൻ്റെ സ്ഥിതി ഈ കാലവർഷം കൂടി വന്നപ്പോൾ അഗാധ ഗർത്തങ്ങളാണ്. അതുവഴി വിഴിഞ്ഞം പോർട്ടിലേക്ക് കരിങ്കല്ല് കൊണ്ടുപോകുന്ന വലിയ ലോറികളും പോകുന്നുണ്ട്. സ്ഥിരമായി ഗതാഗതം ഉള്ള റോഡാണ്. വലിയ അപകടങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇടപെട്ട് ആ റോഡിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ ഒരു ഇടപെടൽ ഉണ്ടാകണം എന്നാണ് ഈ സബ്മിഷനിലൂടെ എനിക്ക് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി. സർ, MC റോഡിനെയും തിരുവനന്തപുരം ചെങ്കോട്ട റോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വാമനപുരം നിയോജക മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട റോഡാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഈ വാമനപുരം ചിറ്റാർ VC റോഡ്. കാരേറ്റ് മുതൽ പാലോട് വരെ 21 കിലോമീറ്റർ ദൂരമുള്ള ഈ റോഡിലെ 15.5 കിലോമീറ്റർ ഭാഗം ആധുനിക നിലവാരത്തിൽ നിർമ്മിക്കുന്നതിന് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 31.70 കോടി രൂപയുടെ സാമ്പത്തിക അനുമതി നൽകി. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കരാറുകാരൻ നിർമ്മാണം ആരംഭിച്ചെങ്കിലും പ്രവൃത്തി പൂർത്തിയാകാത്ത സാഹചര്യമുണ്ടായി. ഈ സർക്കാർ അധികാരമേറ്റ ശേഷം നടത്തിയ പ്രവൃത്തി അവലോകന യോഗങ്ങളിൽ പദ്ധതി പ്രത്യേകമായി പരിശോധിച്ചു. പ്രതീക്ഷിച്ച പുരോഗതി ഇല്ലാത്തതിനെ തുടർന്ന് ഫെബ്രുവരി 18, 2022 കരാറുകാരനെ നഷ്ടോത്തരവാദിത്വത്തിൽ ടെർമിനേറ്റ് ചെയ്തു. തുടർന്ന് ബാലൻസ് പ്രവൃത്തി ടെൻഡർ ചെയ്തുവെങ്കിലും 4ാമത്തെ ടെൻഡറിലാണ് ഏക ബിഡ് ലഭിച്ചത്. എന്നാൽ അത് അംഗീകരിച്ചില്ല. തുടർന്ന് പ്രവൃത്തി തുടരാനുള്ള സാധ്യതകൾ KRFB PMU തലത്തിൽ ചർച്ച ചെയ്തു. 28/12/2023 KRFB പ്രൊജക്ട് ഡയറക്ടർ പ്രസ്തുത വിഷയത്തിൽ വിളിച്ചു ചേർത്ത മീറ്റിംഗിൽ ടെർമിനേറ്റ് ചെയ്യപ്പെട്ട കോൺട്രാക്ടർ PWD മാനുവൽ അനുശാസിക്കുന്ന ബാലൻസ് പ്രവൃത്തിയുടെ 30% തുക കെട്ടിവെച്ചുകൊണ്ട് പ്രവൃത്തി പുനരാരംഭിക്കുവാൻ തയ്യാറാണെന്ന് അറിയിച്ചു. തുടർന്ന് കോൺട്രാക്ടറുടെ ടെർമിനേഷൻ പിൻവലിക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നതിനായി പ്രൊജക്ട് ഡയറക്ടർ നൽകിയ പ്രപ്പോസൽ സർക്കാർ പരിശോധിച്ചു വരികയാണ്. അതിനിടയിൽ റോഡിൻ്റെ ഇവിടെ സൂചിപ്പിച്ച ചേനേജിൻ്റെ കിഫ്ബി മുഖാന്തരം നടപ്പിലാക്കുന്ന കുടിവെള്ള പദ്ധതിക്ക് പൈപ്പിടാൻ അനുമതി നൽകിയിരുന്നു. ഇതിൻ്റെ റീസ്റ്റോറേഷൻ പ്രവൃത്തിക്കുള്ള തുക കൂടി കിഫ്ബിയിൽ നിന്നും അനുവദിക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ റോഡ് പ്രവൃത്തി പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് ഇവിടെ അംഗം സൂചിപ്പിച്ചതിൻ്റെ ഭാഗമായി ഒരു പ്രത്യേക യോഗം വിളിച്ചു ചേർക്കാൻ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകുമെന്ന് ഈ സഭയെ ഞാൻ അറിയിക്കുകയാണ്.